അധ്യായം 35. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, സെയീർ മലയ്ക്ക് നേരെ മുഖം തിരിച്ച് അതിനെതിരെ പ്രവചിക്കുക. അതിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, സെയീർ മലയെ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിനക്കെതിരെ ഞാൻ കരം നീട്ടും. ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും. നീ വിജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത്, അന്തിമ ശിക്ഷയുടെ കാലത്ത് വാളിന് അവരേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, ഞാൻ നിന്നെ രക്തത്തിന് ഏൽപ്പിക്കുന്നു. അത് നിന്നെ പിന്തുടരും. നീ രക്തം ചൊരിഞ്ഞു. രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. സെയീർ മല ഞാൻ വിജനവും ശൂന്യവുമാക്കും. അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും. നിഹതന്മാരെ കൊണ്ട് നിന്റെ മലകൾ ഞാൻ നിറയ്ക്കും. വാളിനിരയായവർ നിന്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും. നിന്നെ ഞാൻ നിത്യശൂന്യതയാക്കും. മേലിൽ നിന്റെ പട്ടണങ്ങളിൽ ആരും വസിക്കുകയില്ല. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. കർത്താവ് അവിടെ ഉണ്ടായിട്ടും ഈ രണ്ടു ജനതകളും രാജ്യങ്ങളും എൻ്റേതാകും. ഞാൻ അവ കൈവശമാക്കും എന്ന് നീ പറഞ്ഞു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണേ, അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയയ്ക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും. നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും. അവ വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനങ്ങളും കർത്താവായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. എനിക്കെതിരെ നിങ്ങൾ വമ്പ് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു. ഞാനത് കേട്ടിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ അവകാശം ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു. അവരോടെന്ന പോലെ നിന്നോടും ഞാൻ വർത്തിക്കും. സെയീർ മലയെ, ഏതോ മുഴുവനുമേ, നീ വിജനമാകും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. അധ്യായം 36. മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക. ഇസ്രായേൽ മലകളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ആഹാ, പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെ അവർ വിജനമാക്കി, എല്ലാ വശത്തുനിന്ന് ഞെരുക്കി. അങ്ങനെ നിങ്ങൾ മറ്റു ജനതകളുടെ കൈവശമായി. അവരുടെ സംസാരത്തിനും നിന്ദയ്ക്കും നിങ്ങൾ പാത്രമായി തീർന്നു. ഇസ്രായേൽ മലകളെ, ദൈവമായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എന്റെ ദേശം സ്വന്തമാക്കിയ ഏദോമിനും മറ്റുള്ള ജനതകൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു, ഇസ്രായേൽ ദേശത്തെപ്പറ്റി പ്രവചിക്കുക. മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയയോടും കൂടെ പറയുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനമേൽക്കുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എന്റെ ജനമായ ഇസ്രായേലിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളിൽ ഉഴവും വിതയുമുണ്ടാകും. നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. പൂർവ്വകാലങ്ങളിലെന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ നിന്നിൽ, മനുഷ്യർ എന്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിന് ഇടയാക്കും. അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും. മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു. അതുകൊണ്ട്
ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുകയില്ല. ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല. ഇനിയൊരിക്കലും നീ ജനതകളുടെ പരിഹാസമേൽക്കുകയോ നിന്റെ ജനത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളിച്ചെയ്തു. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. എന്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. എന്നാൽ അവർ ജനതകളെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിന്റെ ജനം, എന്നിട്ടും അവിടുത്തെ ദേശത്തുനിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്നാളുകൾ അവരെപ്പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. തങ്ങളെത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എന്റെ ശ്രേഷ്ഠനാമത്തിന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളിലൂടെ എന്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി മാംസളഹൃദയം നൽകും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എന്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എന്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. എല്ലാ അശുദ്ധിയിൽ നിന്നും നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. ധാന്യങ്ങൾ സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ കൽപ്പിക്കും. നിങ്ങളുടെ ഇടയിൽ ഇനിമേൽ ഞാൻ പട്ടിണി വരുത്തുകയില്ല. പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങളുടെ ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും നിങ്ങൾ ഓർക്കുകയും നിങ്ങളുടെ തെറ്റുകളെയും നിന്ദ്യമായ പ്രവൃത്തികളെയും കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. നിങ്ങളെ പ്രതിയല്ല ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇസ്രായേൽ വംശമേ, നിന്റെ പ്രവൃത്തികളോർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ദുഷ്കൃത്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്ന നാളിൽ നഗരങ്ങളിൽ ജനം വസിക്കുന്നതിനും നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിനും ഞാൻ ഇടയാക്കും. വഴിപ്പോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്നിരുന്ന വിജന പ്രദേശത്ത് കൃഷി ഇറക്കും. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു. അവിടെ ആളുകൾ വസിക്കുന്നു. നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാനത് നടപ്പിലാക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആട്ടിൻപറ്റത്തെ എന്ന പോലെ തങ്ങളുടെ ജനത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇസ്രായേൽ ഭവനം എന്നോട് അപേക്ഷിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. വിശുദ്ധമായ ആട്ടിൻപറ്റം പോലെ, തിരുനാളുകളിൽ ജെറുസലേമിൽ കാണുന്ന ആട്ടിൻപറ്റം പോലെ നിർജ്ജന നഗരങ്ങളെല്ലാം മനുഷ്യരാകുന്ന അജഗണത്തെ കൊണ്ട് നിറയും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. അധ്യായം 37. കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ് ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. അവിടുന്ന്
എന്നോട് അരുളി ചെയ്തു. ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ എന്നവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു. എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു: മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. തങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു. പ്രതീക്ഷ നശിച്ചിരിക്കുന്നു. ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു: മനുഷ്യപുത്ര, ഒരു വടിയെടുത്ത് അതിൽ യൂദായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കും എന്നെഴുതുക. വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രായിമിന്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനുമെന്ന് എഴുതുക. ഒന്നായി തീരത്തക്ക വിധം അവൻ നിന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക. ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരില്ലേ എന്ന് ജനം നിന്നോട് ചോദിക്കും. അപ്പോൾ അവരോട് പറയുക: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ജോസഫിന്റെയും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി എഫ്രായിമിന്റെ കയ്യിലുള്ളത് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നു. അതെടുത്ത് യൂദായുടെ വടിയോട് ചേർത്ത് ഒറ്റ വടി പോലെ പിടിക്കും. അവ എന്റെ കയ്യിൽ ഒന്നായി തീരുകയും ചെയ്യും. നീ എഴുതിയ ആ വടികൾ അവർ കാണെ പിടിച്ചുകൊണ്ട് അവരോട് പറയുക: ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ, ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിലും നിന്ന് ഞാൻ അവരെ ഒന്നിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. സ്വദേശത്ത് ഇസ്രായേലിന്റെ മലകളിൽ ഞാൻ അവരെ ഒരൊറ്റ ജനതയാക്കും. ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. ഇനിയൊരിക്കലും അവർ 2 ജനതകളായിരിക്കുകയില്ല. 2 രാജ്യങ്ങളായി ഭിന്നിച്ച് നിൽക്കുകയുമില്ല. തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ലേച്ഛ പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല. അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും. അങ്ങനെ അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാം കൂടി ഒരിടയനെ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യും. ഞാൻ എന്റെ ദാസനായ യാക്കോബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും. അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവരുടെ രാജാവായിരിക്കും. സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എന്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. എന്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. എന്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണ് എന്ന് ജനതകൾ അറിയും. അധ്യായം 38. കർത്താവ് എന്നോട് അരുളി ചെയ്തു: മനുഷ്യപുത്ര, മാഗോഗ് ദേശത്തെ ഗോഗിനെതിരെ
മേശക്, തൂബാൽ എന്നിവിടങ്ങളിലെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ചു പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: മേശക്കിലെയും തൂബാലിലെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തിട്ട് പുറത്തു കൊണ്ടുവരും. നിന്റെ കുതിരകളെയും സർവായുധധാരികളായ കുതിരച്ചേകവരെയും കവചവും പരിചയും വാളുമേന്തിയ വലിയ സൈനിക സമൂഹത്തെയും പുറത്തു കൊണ്ടുവരും. പേർഷ്യക്കാരും പുഷ്യരും പുത്യരും പരിചയും പടത്തൊപ്പിയും ധരിച്ച് അവരോടൊപ്പമുണ്ടായിരിക്കും. ഗോമെറും അവിടുത്തെ സേനാവിഭാഗങ്ങളും വടക്കേ അറ്റത്തുള്ള ബേത്ത് തോഗർമായും അതിന്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പമുണ്ടായിരിക്കും. നീയും നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹവും ജാഗരൂകതയോടെ ഒരുങ്ങിയിരിക്കുക. എന്റെ ആജ്ഞ കാത്തിരിക്കുക. ഏറെ നാൾ കഴിഞ്ഞ് നിന്നെ വിളിക്കും. വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിവിധ ജനതകളിൽ നിന്ന് കൂട്ടിച്ചേർത്ത വളരെ പേരുള്ള ദേശത്തേക്ക്, വളരെ കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് അന്നു നീ മുന്നേറും. വിവിധ ജനതകളിൽ നിന്ന് സമാഹരിക്കപ്പെട്ടവരാണ് അവിടുത്തെ ജനം. അവർ ഇന്ന് സുരക്ഷിതരായി കഴിയുന്നു. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ആളുകളും കൊടുങ്കാറ്റുപോലെ മുന്നേറി കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ആ സമയത്ത് ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തിവരും. ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും. നീ പറയും: കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും. മതിലുകളോ വാതിലുകളോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി സമാധാനത്തിൽ കഴിയുന്ന ജനത്തിനെതിരെ ഞാൻ ചെല്ലും. വസ്തുക്കൾ കൊള്ള ചെയ്തു കൊണ്ടുപോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ഒരിക്കൽ ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിന്റെയും മേൽ കൈവയ്ക്കാനും നീ ആലോചിക്കും. ഷേബായും ദദാനും താർഷീഷിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളും നിന്നോട് ചോദിക്കും: വസ്തുവകകൾ കൊള്ളയടിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ചരക്കുകളും കന്നുകാലികളും സ്വർണവും വെള്ളിയും കവർച്ച ചെയ്തു കൊണ്ടുപോകാനാണോ വലിയ സൈന്യത്തെ നീ സമാഹരിച്ചിരിക്കുന്നത്? മനുഷ്യപുത്ര, ഗോഗിനോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: എന്റെ ജനമായ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കുന്ന ദിനത്തിൽ നീ പുറപ്പെടുകയില്ലേ? നീയും നിന്നോടൊപ്പമുള്ള വിവിധ ജനതകളും കുതിരപ്പുറത്തേറി വടക്കേ അറ്റത്തുള്ള നിന്റെ ദേശത്തു നിന്ന് ശക്തമായ ഒരു മഹാസൈന്യവുമായി എത്തിച്ചേരും. ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിനെതിരെ കടന്നുവരും. ഗോഗേ, എന്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും. അതുവഴി അവർ എന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എന്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന് മുൻകാലങ്ങളിൽ വർഷങ്ങളോളം പ്രവചിച്ചിട്ടുള്ള എന്റെ ദാസരായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ പഴയ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയായിരുന്നില്ലേ? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഗോഗ് ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം എന്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും. എന്റെ അസൂയയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നു: ആ നാളിൽ ഇസ്രായേലിൽ ഒരു മഹാപ്രകമ്പനമുണ്ടാകും. കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവകളും വന്യമൃഗങ്ങളും ഇഴജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എന്റെ മുമ്പിൽ വിറകൊള്ളും. പർവ്വതങ്ങൾ തകർന്നടിയും. ചെങ്കുത്തായ മലകൾ ഇടിഞ്ഞു വീഴും. എല്ലാ മതിലുകളും നിലം പതിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഗോഗിനെതിരെ എല്ലാത്തരം ഭീകരതയും ഞാൻ വിളിച്ചു വരുത്തും. എല്ലാവരുടെയും വാൾ തങ്ങളുടെ സഹോദരനെതിരെ ഉയരും. പകർച്ചവ്യാധികളും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും. ഞാൻ അവന്റെയും അവന്റെ സൈന്യത്തിന്റെയും അവനോടൊപ്പമുള്ള ജനതകളുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും. അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും എന്റെ വിശുദ്ധിയും മഹത്വവും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. അധ്യായം 39. മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: മേശക്കിന്റെയും തൂബാലിന്റെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ചു കളയും. വലത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും
ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ തുറസായ സ്ഥലത്ത് വീഴും. ഞാനാണിത് പറഞ്ഞിരിക്കുന്നത്. മാഗോഗിലും തീരദേശങ്ങളിൽ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എന്റെ ജനമായ ഇസ്രായേലിന്റെ മധ്യേ എന്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും. എന്റെ പരിശുദ്ധനാമം ഇനിയൊരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവെന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്ക് ഇനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആ നാളിൽ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും. കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ. അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും. എന്തെന്നാൽ ഗോഗും അവന്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും. ഹാമോൻ ഗോഗ് താഴ്വര എന്ന് അത് വിളിക്കപ്പെടും. അവരെ സംസ്കരിച്ച ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് 7 മാസം വേണ്ടിവരും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും. ഞാൻ എന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും. ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും. 7-ാം മാസം അവസാനം അവർ അന്വേഷണം നടത്തും. അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൻ ഗോഗിന്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ അതിന്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം ഹമോന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും. ബാഷാനിലെ തടിച്ചുകൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളുമടക്കം എല്ലാവരെയും എന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഞാൻ എന്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എന്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എന്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നുമുതൽ ഇസ്രായേൽ ഭവനം അറിയും. ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിൽ അകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും. അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരെല്ലാം വാളിനിരയായിത്തീർന്നു. അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു. അവരിൽ നിന്ന് മുഖം മറച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിന്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എന്റെ പരിശുദ്ധ നാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസ്തതയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുൻപിൽ എന്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിനയക്കുകയും തുടർന്ന് അവരെ സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരിലാരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എന്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എന്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അധ്യായം 40. നമ്മുടെ പ്രവാസത്തിൻ്റെ 25-ാം വർഷം ആദ്യ മാസം 10-ാം ദിവസം, അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിൻ്റെ 14-ാം വർഷം അതേ ദിവസം
കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി. അവിടെ എൻ്റെ മുമ്പിൽ ഒരു പട്ടണത്തിൻ്റേതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലും ഉണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക. അവ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക. ദേവാലയത്തിനു ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലിരുന്ന അളവുകോലിൻ്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഭിത്തിയുടെ കനം അളന്നു. കനം 1 ദണ്ഡ്. ഉയരവും അളന്നു. അതും 1 ദണ്ഡ്. കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിൻ്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു. അതിൻ്റെ ഉയരം 1 ദണ്ഡ്. പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും 1 ദണ്ഡ് നീളവും 1 ദണ്ഡ് വീതിയും. അവയ്ക്കിടയിലുള്ള സ്ഥലം 5 മുഴം. പടിപ്പരയുടെ പൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം 1 ദണ്ഡ്. അവൻ പടിപ്പരയുടെ പൂമുഖം അകമേ അളന്നു. 1 ദണ്ഡ്. അവൻ പടിപ്പരയുടെ പൂമുഖം അളന്നു. 8 മുഴം നീളം. കട്ടിളപ്പടികൾക്ക് 2 മുഴം നീളം. പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു. കിഴക്കേ വാതിലിന് ഇരുവശവും 3 മുറി വീതം ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഒരേ അളവ് തന്നെ. ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ. പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു. അത് 10 മുഴം. നീളം 13 മുഴം. പാർശ്വമുറികൾക്ക് മുമ്പിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു. പാർശ്വമുറികൾക്ക് 6 മുഴം നീളവും 6 മുഴം വീതിയും. അവൻ പാർശ്വമുറികളിൽ ഒന്നിൻ്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ളതിൻ്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു. വാതിൽ മുതൽ വാതിൽ വരെ 25 മുഴം. അവൻ പൂമുഖം അളന്നു. 20 മുഴം. പടിപ്പുരയുടെ പൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു. പടിപ്പുരയുടെ മുന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിൻ്റെ അറ്റം വരെ 50 മുഴമായിരുന്നു. പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും പൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. കട്ടിളപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു. അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അങ്കണത്തിനു ചുറ്റും മുറികളും കൽത്തളവും ഉണ്ടായിരുന്നു. കൽത്തളത്തിന് അഭിമുഖമായി 30 മുറികളാണ് ഉണ്ടായിരുന്നത്. പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം. ഇതായിരുന്നു താഴത്തെ കൽത്തളം. താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു. 100 മുഴം. അവൻ എൻ്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു. വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുരയുണ്ടായിരുന്നു. അവൻ അതിൻ്റെ നീളവും വീതിയും അളന്നു. അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള 3 മുറികളും കട്ടിളപ്പടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവും. കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിൻ്റെയും കിളിവാതിലുകളും പൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും. അതിലേക്ക് 7 നടകളും ഉണ്ടായിരുന്നു. പൂമുഖം അകത്തായിരുന്നു. കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ 100 മുഴം അവൻ അളന്നു. അവൻ എന്നെ തെക്കോട്ട് നയിച്ചു. ഇതാ, തെക്കുവശത്തും ഒരു പടിപ്പുര. അതിൻ്റെ കട്ടിളപ്പടികളും പൂമുഖവും അളന്നു. അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ. പടിപ്പുരയ്ക്കും പൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിലേക്ക് 7 നടകളുണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം അകവശത്തായിരുന്നു. ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു. അകത്തെ അങ്കണത്തിൻ്റെ തെക്കുഭാഗത്തും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്നു. 100 മുഴം. തെക്കേ പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. ആ പടിപ്പുരയും അവൻ അളന്നു. മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും
ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിനു ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള പൂമുഖങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. കിഴക്കുവശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ പടിപ്പുര അളന്നു. അതിനു മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും പൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകളുണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്കും 8 നടകളുണ്ടായിരുന്നു. അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവൻ അത് അളന്നു. അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും പൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിനു ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ പൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്ക് 8 പടികളുണ്ടായിരുന്നു. അവിടെ പടിപ്പുരയുടെ പൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലുമുണ്ടായിരുന്നു. ദഹനബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത്. ദഹനബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ പൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയുണ്ടായിരുന്നു. വടക്കേ പടിപ്പുരയുടെ വാതിൽക്കൽ പൂമുഖത്തിന് പുറത്തായി 2 മേശയുണ്ടായിരുന്നു. പൂമുഖത്തിന് മറുവശത്തും 2 മേശയുണ്ടായിരുന്നു. പടിപ്പുരയ്ക്ക് അകത്തും പുറത്തുമായി 4 മേശകളുണ്ടായിരുന്നു. അങ്ങനെ 8 മേശ. അവമേലാണ് ബലിമൃഗങ്ങളെ കൊന്നിരുന്നത്. ദഹനബലിക്കു വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമുള്ള 4 മേശകളുണ്ടായിരുന്നു. ദഹനബലിക്കും മറ്റു ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വച്ചിരുന്നത്. അകത്തു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികളുണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കടുത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്കടുത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സാദോക്കിൻ്റെ പുത്രന്മാരാണ് ഇവർ. ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടത്തെ സമീപിക്കാൻ പാടുള്ളൂ. അവൻ അങ്കണമളന്നു. അത് 100 മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. ബലിപീഠം ദേവാലയത്തിൻ്റെ മുൻവശത്തായിരുന്നു. അവൻ എന്നെ ദേവാലയത്തിൻ്റെ പൂമുഖത്തേക്ക് കൊണ്ടുവന്നു. പൂമുഖത്തിൻ്റെ കട്ടിളപ്പടികൾ അവൻ അളന്നു. 5 മുഴം. വാതിലിൻ്റെ വീതി 14 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ 3 മുഴം വീതം. പൂമുഖത്തിൻ്റെ നീളം 20 മുഴവും വീതി 12 മുഴവുമായിരുന്നു. അതിലേക്ക് 10 പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളുമുണ്ടായിരുന്നു. അധ്യായം 41. അവൻ എന്നെ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവൻ അവിടത്തെ കട്ടിളപ്പടികൾ അളന്നു. അവയുടെ ഓരോ വശത്തിൻ്റെയും വീതി 6 മുഴമായിരുന്നു. പ്രവേശന കവാടത്തിൻ്റെ വീതി 10 മുഴമായിരുന്നു. അതിൻ്റെ പാർശ്വഭിത്തികൾ 5 മുഴം വീതമായിരുന്നു. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും നീളം അളന്നു. 40 മുഴം. വീതി 20 മുഴം. പിന്നെ അവൻ അകത്ത് കടന്ന് കട്ടിളപ്പടി അളന്നു. കനം 2 മുഴം. കവാടത്തിൻ്റെ വീതി 6 മുഴം. പാർശ്വഭിത്തികൾ 7 മുഴം. വിശുദ്ധ സ്ഥലത്തിനപ്പുറത്തുള്ള സ്ഥലം അവൻ അളന്നു. അതിന് 20 മുഴം നീളവും 20 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇതാണ് ശ്രീകോവിൽ. പിന്നെ അവൻ ദേവാലയത്തിൻ്റെ ഭിത്തിയുടെ കനം അളന്നു. 6 മുഴം. ചുറ്റുമുള്ള പാർശ്വഭിത്തികളുടെ വീതി 4 മുഴം. പാർശ്വമുറികൾ 3 നിലകളിലായി 30 വീതം.
പാർശ്വമുറികളെ താങ്ങി നിർത്തുന്നതിന് ദേവാലയത്തിന് ചുറ്റും തുലാങ്ങളുണ്ടായിരുന്നു. ദേവാലയ ഭിത്തി ആയിരുന്നില്ല അവയെ താങ്ങി നിർത്തിയിരുന്നത്. ദേവാലയത്തിന് ചുറ്റുമുള്ള തുലാങ്ങളുടെ വലിപ്പമനുസരിച്ച് മുകളിലേക്ക് ചെല്ലുംതോറും പാർശ്വമുറികൾക്ക് വിസ്താരമേറി വന്നു. താഴത്തെ നിലയിൽ നിന്ന് മധ്യനിലയിലേക്ക് പോകാൻ ദേവാലയത്തിൻ്റെ അരികിൽ ഒരു ഗോവണിയുണ്ടായിരുന്നു. ദേവാലയത്തിനു ചുറ്റും ഉയർന്ന ഒരു തറ ഞാൻ കണ്ടു. പാർശ്വമുറികളുടെ അടിത്തറയുടെ അളവ് 6 മുഴമുള്ള ഒരു പൂർണ്ണ ദണ്ഡായിരുന്നു. പാർശ്വമുറികളുടെ പുറംഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. തറയുടെ ബാക്കി ഭാഗം 5 മുഴം. ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള തറയ്ക്കും അങ്കണത്തിലെ മുറികൾക്കുമിടയിൽ ചുറ്റും 20 മുഴം വീതിയിൽ സ്ഥലമുണ്ടായിരുന്നു. പാർശ്വമുറികൾ ഒഴിച്ചിട്ടിരുന്ന തറയിലേക്കാണ് തുറന്നിരുന്നത്. ഒന്ന് വടക്കോട്ടും മറ്റേത് തെക്കോട്ടും. തറയുടെ വീതി ചുറ്റും 5 മുഴമായിരുന്നു. പടിഞ്ഞാറ് ദേവാലയത്തിൻ്റെ അങ്കണത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വീതി 70 മുഴമായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഭിത്തിക്ക് 5 മുഴം കനവും 90 മുഴം നീളവും. അവൻ ദേവാലയം അളന്നു. അതിന് 100 മുഴം നീളം. അങ്കണവും ഭിത്തികൾ ഉൾപ്പെടെ കെട്ടിടവും കൂടെ 100 മുഴം നീളം. ആലയത്തിൻ്റെ കിഴക്കേ മുഖവും മുറ്റവും കൂടി 100 മുഴം വീതി. അവൻ പടിഞ്ഞാറ് വശത്തെ മുറ്റത്തിന് അഭിമുഖമായി നിൽക്കുന്ന കെട്ടിടം ഇരുവശത്തുമുള്ള ഭിത്തികൾ ഉൾപ്പെടെ അളന്നു. 100 മുഴം നീളം. അകത്ത് വിശുദ്ധ സ്ഥലത്തും ശ്രീകോവിലിലും പുറത്ത് പൂമുഖത്തും തറ മുതൽ കിളിവാതിലുകൾ വരെ ചുറ്റും പലകയടിച്ചിരുന്നു. കിളിവാതിലുകൾക്ക് അഴിയിട്ടിരുന്നു. മറയ്ക്കാൻ വിരിയുമുണ്ടായിരുന്നു. വാതിലിനു മുകളിലേക്ക് ശ്രീകോവിലിൻ്റെ അകത്തും വിശുദ്ധ സ്ഥലത്തും ഭിത്തിയിൽ ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും 2 കെരൂബുകളുടെ മധ്യേ ഒരു ഈന്തപ്പന എന്ന ക്രമത്തിൽ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. ഓരോ കെരൂബിനും 2 മുഖം വീതം ഉണ്ടായിരുന്നു. ഒരു വശത്തെ ഈന്തപ്പനയുടെ നേരെ മനുഷ്യമുഖവും മറുവശത്തെ ഈന്തപ്പനയുടെ നേരെ സിംഹക്കുട്ടിയുടെ മുഖവും തിരിഞ്ഞിരുന്നു. ദേവാലയം മുഴുവൻ ചുറ്റും ഇങ്ങനെ കൊത്തിവെച്ചിരുന്നു. ദേവാലയ ഭിത്തിയിൽ തറ മുതൽ വാതിലിൻ്റെ മേൽഭാഗം വരെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരുന്നു. വിശുദ്ധ സ്ഥലത്തിൻ്റെ കട്ടിളക്കാൽ സമചതുരത്തിലായിരുന്നു. തടികൊണ്ടുള്ള ബലിപീഠം പോലെ തോന്നിക്കുന്ന ഒന്ന് വിശുദ്ധ സ്ഥലത്തിന് മുമ്പിലുണ്ടായിരുന്നു. അതിന് 3 മുഴം ഉയരവും 2 മുഴം നീളവും 2 മുഴം വീതിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടുള്ളതായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് കർത്താവിൻ്റെ സന്നിധിയിലെ മേശയാണ്. വിശുദ്ധ സ്ഥലത്തിനും ശ്രീകോവിലിനും ഈ 2 വാതിലുകളുണ്ടായിരുന്നു. വാതിലുകൾക്ക് തിരിയുന്ന ഈ 2 പാളികളുണ്ടായിരുന്നു. ഭിത്തികളിൽ എന്ന പോലെ കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും ചിത്രം വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലുകളിലും കൊത്തിയിരുന്നു. പൂമുഖത്തിന് മുൻവശത്തായി മരം കൊണ്ടുള്ള ഒരു വിതാനമുണ്ടായിരുന്നു. പൂമുഖത്തിൻ്റെ ഇരുവശങ്ങളിലും അഴിയടിച്ച കിളിവാതിലുകളും ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അധ്യായം 42. അവൻ എന്നെ വടക്കോട്ട് നയിച്ച് പുറത്തുള്ള അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കുള്ള കെട്ടിടത്തിനും ദേവാലയാങ്കണത്തിനും എതിരെയുള്ള മുറികളിലേക്ക് അവൻ എന്നെ നയിച്ചു. വടക്ക് വശത്തുള്ള കെട്ടിടത്തിൻ്റെ നീളം 100 മുഴവും വീതി 50 മുഴവുമായിരുന്നു. അകത്തേ അങ്കണത്തിൻ്റെ 20 മുഴത്തിനടുത്ത് പുറത്തേ അങ്കണത്തിലെ കൽത്തളത്തിന് അഭിമുഖമായി 3 നിലകളിലായി നടപ്പുരകളുണ്ടായിരുന്നു. മുറികൾക്ക് മുമ്പിൽ അകത്തേക്ക് 10 മുഴം വീതിയും 100 മുഴം നീളവുമുള്ള ഒരു പാതയുണ്ടായിരുന്നു. അതിൻ്റെ വാതിലുകൾ വടക്കോട്ടായിരുന്നു. നടപ്പുരകൾക്ക് താഴെയും മധ്യത്തിലുമുള്ള മുറികളിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലം നടപ്പുരകളിലെ മുകളിലെ മുറികളിൽ നിന്ന് എടുത്തിരുന്നതിനാൽ അവ കൂടുതൽ ഇടുങ്ങിയിരുന്നു. അവ 3 തട്ടായി നിലകൊണ്ടു. ബാഹ്യാങ്കണത്തിലേതുപോലെ തൂണുകൾ അവയ്ക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മുകളിലത്തെ മുറികൾക്ക് താഴത്തെയും മധ്യത്തിലെയും മുറികളേക്കാൾ വീതി കുറഞ്ഞു പോയത്. മുറികൾക്ക് സമാന്തരമായി എതിരെയുള്ള ബാഹ്യാങ്കണത്തിന് നേരെ 50 മുഴം നീളത്തിൽ ഒരു ഭിത്തിയുണ്ടായിരുന്നു. ദേവാലയത്തിനെതിരെയുള്ള മുറികളുടെ നീളം 100 മുഴമായിരുന്നെങ്കിൽ ബാഹ്യാങ്കണത്തിലുള്ളവയുടേത് 50 മുഴമായിരുന്നു. ബാഹ്യാങ്കണത്തിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ കിഴക്കുവശത്തായി ഈ മുറികൾക്ക് താഴെ ഒരു കവാടമുണ്ടായിരുന്നു. അവിടെയാണ് പുറത്തെ ഭിത്തി ആരംഭിക്കുന്നത്. തെക്കുവശത്ത് അങ്കണത്തിനും കെട്ടിടത്തിനുമെതിരെ മുറികളുണ്ടായിരുന്നു. മുറികൾക്ക് മുമ്പിൽ വഴിയുണ്ടായിരുന്നു. നീളം, വീതി, ബഹിർഗമന മാർഗങ്ങൾ, വാതിലുകൾ, മറ്റു സംവിധാനങ്ങൾ എന്നിവയിൽ വടക്കുവശത്തെ മുറികൾ പോലെ തന്നെ ഈ മുറികളും.
തെക്കേ മുറികളുടെ താഴെ കിഴക്കുവശത്ത് വഴിയിലേക്ക് കടക്കുന്നിടത്ത് ഒരു കവാടമുണ്ടായിരുന്നു. അവയ്ക്കെതിരെയായിരുന്നു നടുഭിത്തി. അവൻ എന്നോട് പറഞ്ഞു, അങ്കണത്തിനെതിരെ വടക്കും തെക്കുമുള്ള മുറികൾ വിശുദ്ധങ്ങളാണ്. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ അവിടെ വെച്ചാണ് ഏറ്റവും വിശുദ്ധമായ ബലിവസ്തുക്കൾ ഭക്ഷിക്കുക. ധാന്യബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കും വേണ്ട വിശുദ്ധ വസ്തുക്കൾ അവിടെയാണവർ സൂക്ഷിക്കുക. എന്തെന്നാൽ ആ സ്ഥലം വിശുദ്ധമാണ്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ പിന്നെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ മാറ്റിവെച്ചിട്ടേ പുറത്തെ അങ്കണത്തിലേക്ക് പോകാവൂ. എന്തെന്നാൽ അവ വിശുദ്ധങ്ങളാണ്. വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടേ അവർ ജനത്തിനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാവൂ. ദേവാലയത്തിൻ്റെ ഉൾഭാഗം അളന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കിഴക്കേ വാതിലിലൂടെ പുറത്തേക്ക് നയിച്ചിട്ട് ചുറ്റുമുള്ള സ്ഥലം അളന്നു. അവൻ അളവ് ദണ്ടുകൊണ്ട് കിഴക്കുഭാഗം അളന്നു, 500 മുഴം. അവൻ തിരിഞ്ഞ് വടക്കുഭാഗം അളന്നു, അതും 500 മുഴം. പിന്നെ അവൻ തെക്കുഭാഗം അളന്നു, അതും 500 മുഴം. അവൻ തിരിഞ്ഞ് പടിഞ്ഞാറു ഭാഗം അളന്നു, അതും 500 മുഴം. 4 വശവും അവൻ അളന്നു. ഓരോ വശത്തും 500 മുഴം നീളത്തിൽ അതിനു ചുറ്റും മതിലുണ്ടായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലമല്ലാത്ത സ്ഥലത്തു നിന്ന് വേർതിരിച്ചു.